ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സദ്യ സ്പെഷ്യൽ അല്ലെങ്കിൽ ഓണം സ്പെഷ്യൽ ഒരു വെള്ളരിക്ക പച്ചടിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, പച്ചടിയിൽ വെച്ച് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് ഈ വീഡിയോയിൽ ഏറ്റവും താഴെയായിട്ട് കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ രേഖപ്പെടുത്താം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ബെൽ ബട്ടനും കൂടി വരും. അതും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു വെള്ളരിയുടെ പകുതിയാണ് എടുക്കുന്നുള്ളൂ, കാരണം ഇത് മെയിൻ ആയിട്ടുള്ള ഡിഷൊന്നും അല്ല. അപ്പോൾ സൈഡായിട്ടുള്ള ഡിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മതിയല്ലോ ഈ കറി. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പീസ് മാത്രം നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി തീരെ കനം കുറച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് ചോറെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് നൈസായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പച്ചടി ഉണ്ടാക്കാൻ നേരത്ത് തീരെ നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതാണ് കുറച്ചും കൂടെയും കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിനാണ് ഞാൻ പച്ചടിക്ക് കട്ട് ചെയ്തെടുക്കാറ്. അപ്പോൾ ഞാൻ ഫുള്ള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴുകിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2 പച്ചമുളക് വട്ടത്തിൽ തീരെ കനം കുറച്ച് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറിയൊരു കലത്തിലേക്ക് ഞാൻ ഈ 2 വെള്ളരിക്കയും പിന്നെ പച്ചമുളക്, 2-3 കറിവേപ്പില, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വെക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം മാത്രം മതി, കാരണം ഇത് ഒന്നാമത് നമ്മൾ നൈസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ വെള്ളരിയുടെ അകത്തുനിന്ന് കുറച്ച് വെള്ളം വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം, മീൻസ് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/2 ടീസ്പൂൺ കടുകും ഒരു പച്ചമുളകും ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും പച്ചമുളകും നല്ല ജീരകവും പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം, അധികം വെള്ളം ഒഴിക്കരുത്, 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കടുക് ചേർത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. കടുക് ആദ്യം ചേർത്ത് കൊടുക്കണ്ട, രണ്ടാമത് ചേർത്ത് കൊടുത്ത് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരി ഇവിടെ വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളരി നന്നായിട്ട് കുക്കായിട്ടുണ്ട്, വെള്ളമൊക്കെ അത്യാവശ്യം പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ, വെള്ളരിക്ക് അധികം ടൈമൊന്നും വേണ്ട കുക്കാവാനായിട്ട്. ഇനി നമുക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ തേങ്ങ ഈ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ആവരുത്, വളരെ കുറച്ച് വെള്ളം എടുത്തിട്ട് കഴുകി ചേർത്ത് കൊടുക്കാം കേട്ടോ. കാരണം ഇത് ലൂസായിട്ടുള്ളൊരു കറിയല്ല, നമുക്ക് തിക്കായിട്ടുള്ളൊരു കറിയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് ലൂസല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇളക്കി ഇതൊന്ന് എല്ലാ സ്ഥലത്തും, ഈ തേങ്ങയുടെ എല്ലാ സ്ഥലത്തും നമുക്ക് ആവിയാവണം. കാരണം ഇത് തിക്കായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയിലൊക്കെ പിടിക്കും, പിന്നെ ചട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചും. അപ്പോൾ നമ്മൾ ഇളക്കിയിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ തേങ്ങയുടെ ആ റോമണവും പിന്നെ നമ്മുടെ കടുക് കരച്ചേക്കണ കാരണം അതൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാവണം. ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുത്തതിന് ശേഷമാണ് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തൈര് വേണം. മെഷറിംഗ് കപ്പാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ 1 ഗ്ലാസ് തൈര്. നന്നായിട്ട് പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ തൈര് ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിനാണ് നമ്മൾ തണുത്തതിന് ശേഷം ഈ തൈര് ചേർത്ത് കൊടുക്കുന്നത്. പച്ചടിക്ക് നമ്മൾ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറവെടുക്കാം. ആദ്യം ഒരു ചട്ടി നമുക്ക് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളക് 2 വറ്റൽമുളകും ചേർത്ത് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു പച്ചടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക് യു.